ശക്തി കേരളത്തെ ബാധിക്കുമോ? ശക്തി എന്ന് പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റാണ്. അറബിക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ശക്തി. ശക്തി എന്ന പേര് ചുഴലിക്കാറ്റിന് നൽകിയത് ശ്രീലങ്കയാണ്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഉൾപ്പെടെ വികസിക്കുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് IMD ആണ്. ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാൻ ബംഗ്ലാദേശ്, ഇന്ത്യ, മാലദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ്, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ എന്നീ 13 അംഗ രാജ്യങ്ങളാണ് ഉള്ളത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്കിടാനുള്ള 169 പേരുകളുടെ ഒരു പുതിയ പട്ടിക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 2020 പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റാണ് ശക്തി. ശക്തി ചുഴലിക്കാറ്റ് അറബിക്കടലിൽ രൂപപ്പെട്ടതായി ദേശീയ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മെയ് മാസത്തിൽ ശക്തി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒഡീഷയ്ക്കും പശ്ചിമ ബംഗാൾ തീരത്തിനും സമീപം ശക്തി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ കാലാവസ്ഥാ വകുപ്പ് ഇത് നിഷേധിച്ചു. ഇപ്പോൾ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അറബിക്കടലിന് മുകളിൽ ഗുജറാത്ത് തീരത്തോട് ചേർന്ന് ഈ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. തുടക്കത്തിൽ 10 കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങുന്ന കാറ്റ് വരും ദിവസങ്ങളിൽ തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. മുംബൈ, താനെ, പൽഹാർ, റായ്ഗഡ്, രത്നഗിരി തുടങ്ങിയ മഹാരാഷ്ട്രയിലെ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ പ്രവചിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മേഖലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച ഗുജറാത്ത് തീരം, വടക്ക് കിഴക്കൻ അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തിങ്കളാഴ്ച മധ്യ കിഴക്കൻ അറബിക്കടൽ, വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന സമുദ്രഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 60 മുതൽ 80 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 90 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു.